എന്റെ കിടാവൻ ഉറങ്ങണ്ടേ? രാവേ കരയാണ്ട് കിടാവേ, ഏട്ടാ കരയാണ്ടാ. കരയാണ്ട് കിടാവേ. ആവേ ആവയ്ക്ക് അമ്പിളിയാനെ തരട്ടാ, അമ്പളങ്ങ തരട്ടാ. കരയാതെ കിടാവേ. ഓ കിടാവേ, ഇനി കരഞ്ഞ വലിച്ചങ്ങേറി അനന്ത് കാട്ടിലാട്ട്. കരയാണ്ടിരിക്കടാവേ, ഏട്ടറക്കടാവേ. എവിടെയാ ആ കാട്? ഏൻ കാട് തമ്പ്രാ? നീ ഇപ്പൊ പറഞ്ഞില്ലേ കാട്, അനന്തങ്കാട്. ആ അന്തങ്കാടാ? അതെ, അനന്തങ്കാട്. അതെവിടെയാ? അതിലോ അങ്ക തന്നെ. ആ വിളക്കൊന്നു തരാമോ? ഓമ്പ്രാ. എന്റെ ശ്രീപത്മനാഭ, തിരുവല്ലത്തു ശിരസ്സും പാദം തൃപ്പാദപ്പുറത്തും, തിരുവല്ലത്തു ശിരസ്സും പാദം തൃപ്പാദപ്പുറത്തും, മരുവുമനന്തശയാനം ഭഗവാൻ തിരുചരണം വന്ദേ, തിരുചരണം വന്ദേ. അവതാരങ്ങൾക്കാധാരം അനന്തശായി ചൈതന്യം നിറഞ്ഞു വാഴുക മമ ഹൃദയം, കനിഞ്ഞു പാൽ കടലാക്കേണം, കനിഞ്ഞു
പാൽക്കടലാക്കേണം. ചക്രഗദാധര ശ്രീധരനേ അംബുജപാണേ വിഷ്ണുഹരേ പങ്കജനാഭമുരാരേ വന്ദനമൻ കൊടുത്തൃക്കൺ പാർക്കണമേ അൻപൊടുത്തൃക്കൺ പാർക്കണമേ. ഭക്ത, നിന്റെ പൂജയിലും ഭക്തിയിലും നാം സംപ്രീതനായിരിക്കുന്നു. മുൻപ് നിനക്ക് മുന്നിൽ ബാലരൂപിയായി നാം പ്രത്യക്ഷനായത് അതുകൊണ്ടാണ്. നിന്റെ അഭീഷ്ടം എന്താണെങ്കിലും പറഞ്ഞുകൊള്ളുക. ഭഗവാനെ, ഈ വിരാട് സ്വരൂപം ദർശിക്കാൻ അടിയന്റെ കണ്ണുകൾക്ക് പ്രാപ്തിയില്ല. മരണാഭിമുഖനായ ഈ മനുഷ്യന്റെ കണ്ണുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമാറ് അടിയന്റെ ഈ ദണ്ടിന്റെ 3 ഇരട്ടി വലുപ്പത്തിൽ അവിടുന്ന് സ്വരൂപം ചെറുതാക്കി ദർശനം നൽകിയാലും. ഭക്തോത്തംസമായ നിന്റെ ഇംഗിതം അതാണെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും. എന്റെ പത്മനാഭ, ശ്രീപത്മനാഭ, ഭഗവാനെ, ശ്രീപത്മനാഭ, എന്റെ ശ്രീപത്മനാഭ, ഭഗവാനെ, ഈ ഭക്തന്റെ സായൂജ്യമായി അവിടത്തേക്ക് അടിയൻ എന്താണ് നിവേദ്യമായി നൽകാൻ കഴിയുക? എന്താണ് നിവേദ്യമായി നൽകുക? ഭഗവാനെ, ഈ കണ്ണൻ ചിരട്ടിയിലെ കണ്ണിമാങ്ങകളെ അടിയന് അവിടത്തേക്ക് നിവേദ്യമായി സമർപ്പിക്കാൻ കഴിയൂ. കരുണാമയനായ ഭഗവാൻ ഇത് സ്വീകരിച്ചാലും. ഭഗവാനെ, നേരത്തെ ഭഗവാൻ നാരായണന്റെ കുസൃതികളെക്കുറിച്ച് പരിഭവം പറഞ്ഞ ദേവി ഇപ്പോൾ എന്തു പറയുന്നു? വില്ലുമംഗലം സ്വാമിയാർ ലക്ഷ്യത്തിലെത്തിയത് കണ്ടില്ലേ? എങ്കിലും ആ ലക്ഷ്യത്തിലെത്താൻ അദ്ദേഹം ഒരുപാട് അലഞ്ഞില്ലേ? ശരിയാണ്. ആ അലച്ചിലിന്റെ അന്ത്യത്തിലുണ്ടായ ഈ ദിവ്യദർശനം അദ്ദേഹത്തിന്റെ ജന്മസാഫല്യം തന്നെയാണ്. ഈ നിമിഷത്തിൽ ഭൂമിയിലെ മുഴുവൻ ജനങ്ങളെയും എടുത്തുകൊള്ളൂ. വില്ലുമംഗലത്തെ പോലെ മനം നിറഞ്ഞാഹ്ലാദിക്കുന്ന മറ്റൊരു മനുഷ്യൻ ഇപ്പോൾ ഭൂമിയിൽ ഉണ്ടാവില്ല. വില്ലുമംഗലം ആ അനന്തശായി വിഗ്രഹത്തിന് മുന്നിൽ അർപ്പിച്ച നിവേദ്യം അവിടുന്ന് ശ്രദ്ധിച്ചുവോ? അതെ, നാം അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താണ് അതിനുള്ള കുറവ്? അത് ഉചിതമായ നിവേദ്യമാണോ ഭഗവാൻ? ഉത്തമ ഭക്തന്റെ നിവേദ്യത്തിൽ ഉചിതമെന്നോ അനുചിതമെന്നോ ഉള്ള വേർതിരിവുകളില്ല ദേവി.
കേവലം നാമജപം കൊണ്ട് തന്നെ നാമും ഭഗവാൻ നാരായണനുമൊക്കെ പ്രസാദിക്കുന്നവരാണ്. അതിലുപരിയാണ് നിവേദ്യങ്ങളും സമർപ്പണങ്ങളും. ഭക്തിപൂർവം സമർപ്പിക്കുന്നതെന്തും ഉചിതമായ നിവേദ്യമാണ്. ഭക്തിരഹിതമായ സമർപ്പണമാണെങ്കിൽ എത്ര മൂല്യമുണ്ടെങ്കിലും ഉചിതമായ നിവേദ്യമായിരിക്കുകയില്ല. അപ്പോൾ വില്ലുമംഗലത്തിന്റെ ഈ നിവേദ്യം ഭഗവാൻ മനസ്സു തുറന്ന് സ്വീകരിക്കുമെന്നാണോ അവിടുന്ന് പറയുന്നത്? അതെ, ദ്വാപരയുഗത്തിലെ കൃഷ്ണാവതാര സമയത്ത് സത്യഭാമയ്ക്കുണ്ടായ അനുഭവം ഭവതി കേട്ടിട്ടില്ലേ? അതെന്താണ് പ്രഭു? സമ്പന്നയായ സത്യഭാമ ഭഗവാൻ ശ്രീകൃഷ്ണന് സ്വർണം കൊണ്ട് തുലാഭാരം നടത്തി. പക്ഷേ എത്ര തന്നെ സ്വർണം വെച്ചിട്ടും ഭഗവാന്റെ ഭാരം തുലനം ചെയ്യാൻ സാധിച്ചില്ല. കൃഷ്ണനിരുന്ന തട്ട് താണു തന്നെ ഇരുന്നു. എന്നിട്ട് ഗത്യന്തരമില്ലാതെ സത്യഭാമ രുക്മിണിയുടെ സഹായം തേടി. അതിൽ രുക്മിണിക്ക് എന്ത് ചെയ്യാനാവും? രുക്മിണിക്ക് അതിലെന്തെങ്കിലും ചെയ്യാനാകുമായിരുന്നുള്ളൂ. അതെന്താ അങ്ങനെ? ഭഗവാൻ കൃഷ്ണനോട് രുക്മിണിക്കുണ്ടായിരുന്ന പ്രണയം ഭക്തിയും വിനയവും നിറഞ്ഞതായിരുന്നു. ഭഗവാനെ പ്രസാദിപ്പിക്കാൻ ഭക്തിയും വിനയവും എന്ന രണ്ടു മാർഗങ്ങളെ ഭക്തന് മുന്നിലുള്ളൂ. അതുകൊണ്ടാണ് രുക്മിണിക്ക് സത്യഭാമയെ സഹായിക്കാൻ സാധിച്ചത്. രുക്മിണി എങ്ങനെയാണ് സത്യഭാമയെ സഹായിച്ചത്? വളരെ ലളിതമായിരുന്നു രുക്മിണിയുടെ പ്രവൃത്തി. സത്യഭാമ സ്വർണക്കട്ടികളും സ്വർണാഭരണങ്ങളും നിറച്ചുവച്ച തട്ടിൽ രുക്മിണി ഒരു തുളസിക്കതിരുകൂടി വെച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ സ്വർണത്തിന്റെ തട്ട് താഴുകയും ഭാരം കൊണ്ട് താണിരുന്ന ഭഗവാന്റെ തട്ട് ഉയർന്നു പോവുകയും ചെയ്തു. ഒരു തുളസിക്കതിരിന് അത്രയ്ക്ക് ഭാരമോ? അത് തുളസിക്കതിരിന്റെ ഭാരമല്ല ദേവി, നിഷ്കളങ്ക ഭക്തിയുടെ ഭാരമാണ്. ഇവിടെയും അതാണ് ഭവതി കാണേണ്ടത്. വില്ലുമംഗലം സ്വാമിയാരുടെ നിഷ്കളങ്ക ഭക്തി, അതാണ് എത്ര വലിയ സമർപ്പണത്തെക്കാളും വിശിഷ്ടമായ സമർപ്പണം. വേണാട്ടരജന് പ്രണാമം. പറയാം. അനന്തപുരിയിൽ മഹാ അത്ഭുതം. എന്തത്ഭുതം? അവിടെ അനന്തങ്കാടിനുള്ളിൽ അനന്തപത്മനാഭസ്വാമിയുടെ ദിവ്യ സ്വരൂപം സ്വയംഭൂവായി ഉയർന്നു വന്നു. എന്നിട്ട് തുളുനാട്ടിൽ നിന്നും വന്ന ദിവ്യബ്രാഹ്മണൻ വില്ലുമംഗല സ്വാമിയാർ ആദ്യ നിവേദ്യം നടത്തി നമസ്കരിച്ചു. പിന്നെന്തുണ്ടായി? പൗരജനങ്ങൾ അനന്തശായിയായ ഭഗവാനെ താണു വണങ്ങി സാക്ഷാത്കാരം നേടുന്നു. ശ്രീപത്മനാഭ, നമുക്കും കാണണം ആ ദിവ്യ സ്വരൂപം. ആരവിടെ? അടിയൻ അനന്തപുരത്തേക്ക് ഉടനടി പുറപ്പെടണം. പല്ലക്കൊരുങ്ങട്ടെ. ഉത്തരവ്. ഭഗവാനെ, ശ്രീപത്മനാഭ, ശ്രീപത്മനാഭ. ഭഗവാന്റെ ദിവ്യസ്വരൂപം കണ്ടെടുത്തത് വഴി സ്വാമിയാർ വേണാടിന് പ്രിയപ്പെട്ടവനായിരിക്കുന്നു. എല്ലാം ഭഗവാന്റെ കൃപ, അവിടുത്തെ നിയോഗം. ഭഗവാന് ഇവിടെ ഒരു അമ്പലവും പ്രതിഷ്ഠാകർമ്മമൊക്കെ ഉണ്ടാകേണ്ടതല്ലേ? വേണം. ഭഗവാന് പുനഃപ്രതിഷ്ഠ വേണം. ജീർണിച്ചു പോയ അമ്പലം പുതുക്കി പണിയണം. അതിന് സമ്പത്തും അനുമതിയും വേണം. വേണാട്ടുടയനായ തമ്പുരാന് ദൂത് പോയിട്ടുണ്ട്. തമ്പുരാൻ വേണ്ടത് ചെയ്യും. ചെയ്താൽ നന്മ. വേണാടിന്റെ ശ്രേയസ്സിന് അത് മാത്രം മതി. വേണാട്ടുടയവരായ തമ്പുരാൻ എഴുന്നള്ളുന്നു. ശ്രീപത്മനാഭ,
വേണാട് വാണരുളുന്ന പൊന്നു തമ്പുരാൻ നീണാൾ വാഴട്ടെ. വേണാട്ടടികൾ 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 വേണാട്ടടികൾ. പ്രണാമം. വേണാട് വാഴുന്ന പൊന്നു തമ്പുരാനെ, അനന്തശായിയായ ശ്രീപത്മനാഭസ്വാമിയുടെ അത്ഭുതം ദർശിക്കാൻ സാദരം ക്ഷണിക്കുന്നു. വേണാട്ടടികൾ 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 വേണാട്ടടികൾ. ശ്രീപത്മനാഭ, അടിയനെയും ഈ ദേശത്തെയും രക്ഷിക്കണേ. തമ്പുരാനെ, ഞാൻ തുളുനാട്ടിൽ നിന്നുള്ള വില്ലുമംഗലം സ്വാമിയാർ ദൈവനിയോഗത്താൽ അനന്തങ്കാട് തേടി വന്നു. അനന്തപത്മനാഭ സ്വാമിയുടെ വിശ്വരൂപം ദർശിച്ച് സായൂജ്യമടഞ്ഞു. നന്നായി. നാം ധാരാളം കേട്ടിരിക്കുന്നു വില്ലുമംഗലം സ്വാമിയാരെ കുറിച്ച്. കാലപ്രയാണത്തിൽപ്പെട്ട് മറവിയിലായിപ്പോയ ഈ ദേവാലയത്തെ വീണ്ടെടുത്തതിന് അങ്ങേക്ക് ശതകോടി പ്രണാമം. ഒക്കെയും ഭഗവാന്റെ ലീലാവിലാസങ്ങളാണ് തമ്പുരാനെ. അനന്തശായിയായ അവിടുന്ന് തന്നെയാണ് ഈ സാധു ബ്രാഹ്മണനെ അതിനുവേണ്ടി നിയോഗിച്ചത്. ഭഗവാന്റെ നിയോഗം ഏറ്റെടുത്തപ്പോൾ തന്നെ അങ്ങയുടെ ജീവിതം സഫലമായി. എങ്കിലും വേണാടിന്റെ പ്രതിപുരുഷൻ എന്ന നിലയിൽ നാം മറ്റൊന്ന് അപേക്ഷിക്കുന്നു. ആജ്ഞാപിച്ചാലും തമ്പുരാനെ. ആജ്ഞയല്ല, ഇത് അപേക്ഷയാണ് സ്വാമിയാരെ. ഈ അനന്തപുരിയിൽ അനന്തശായിയായ മഹാപ്രഭുവിന് ഉചിതമായ ആലയം നിർമ്മിക്കപ്പെടണം. അവിടെ യുക്തമായ അനുഷ്ഠാന വിധികളോടെ ഭഗവാൻ പ്രതിഷ്ഠിക്കപ്പെടണം. ആ ദേവകാര്യം വില്ലുമംഗലം സ്വാമിയാർ ഏറ്റെടുക്കണം. അവിടുത്തെ ആ നിയോഗം ഈ ബ്രാഹ്മണന്റെ ജീവിതം ധന്യമാക്കുന്നു തമ്പുരാനെ. അനാസക്തമായ മനസ്സും വൃത്തിശുദ്ധികൾ പാലിക്കുന്ന ശരീരവും നമ്മെ ഈശ്വരനോട് അടുപ്പിക്കും.